ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെറൈറ്റി ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടതാ ഈ ഒരു കപ്പിൽ 3 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ മണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് നല്ലോണം കഴുകുക, നല്ലോണം കഴുകണേ. കഴുകിയിട്ട് ഇതാ ഈ ഒരു അരിപ്പിൽ വെള്ളം വരാൻ വേണ്ടി വെക്കുക. കാരണം നല്ലോണം കഴുകണമെന്ന് പറയാൻ കാരണം അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതാ വാരുന്ന സമയം കൊണ്ട് ഇതാ 4 ഈ സ്ലൈസിൽ 4 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യാം നമുക്ക്. പിന്നെ ഇതാ 3 തക്കാളി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇതും കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ കുരുമുളക് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുരുമുളക് നല്ലോണം കേൾക്കാൻ പറഞ്ഞത്. ഒരു 10 മിനിറ്റോളം നമുക്കിത് തിളപ്പിച്ചെടുക്കാം. കാരണം വെള്ളവും മണിയും നമുക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇറക്കി വെക്കാം കേട്ടോ. ഇനി രണ്ടും കൂടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ ആ സമയം കൊണ്ട് ഉള്ളി ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഇനി മറ്റേ വെള്ളം ചൂടാറിയ ശേഷം ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. കുരുമുളകിൻ്റെ മണിയും വെള്ളവും ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ മണി മിക്സിൻ്റെ ജാറിൽ ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതോട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനുള്ള ചിക്കൻ ഞാൻ 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി. അപ്പോൾ നമ്മളൊരു 1 kg വരുന്ന ചിക്കൻ്റെ ഒരു കറിയാണ് ഇട്ടത്. നല്ലോണം കഴുകി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ വീഡിയോയിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആ ഉള്ളി നല്ലോണം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി. അതിന് ശേഷം ഏകദേശം വഴന്നതിന് ശേഷം 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെ മണി ഉണ്ടല്ലോ, അത് അതിലേക്ക് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഫാൾട്ട് പറ്റിയെന്താ പറയുക, വീഡിയോ സ്റ്റക്കായിപ്പോയി. വീഡിയോ മൂവ് ചെയ്തില്ല, അവിടെ ഒരു ഫാൾട്ട് പറ്റി. ഇപ്പോൾ നല്ല നമ്മൾ പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഞാനിതാ തക്കാളി പച്ചമുളക് അതിലേക്ക് ഇട്ടിന്. അതൊന്നും വീഡിയോയിൽ സ്റ്റക്കായിപ്പോയിട്ട് ഞാൻ അറിഞ്ഞില്ല, സോറി. അപ്പോൾ ഞാനിതാ പച്ചമുളകും തക്കാളിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റക്കായത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇടേണ്ട പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യണം. അവിടെയാണിത് വീഡിയോ സ്റ്റക്കായി പോയത്. പിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. വീഡിയോ നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ സ്റ്റക്കായി കിടക്കുന്നത്. എല്ലാവരോടും സോറി പറയുന്നു. അപ്പം ആ പൊടികൾ ഞാൻ ആഡ് ചെയ്യുന്നതും അതേമാതിരി കുരുമുളക് പൊടി തിളപ്പിക്കുന്ന വെള്ളമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. വേറെ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ചിക്കൻ വേണ്ടത്. അവിടെയാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതും ഈ വീഡിയോയിൽ വന്നില്ല, സ്റ്റക്കായിപ്പോയി വീഡിയോ. ആ വീഡിയോ നോക്കുമ്പോൾ വീഡിയോ വരുന്നുണ്ട്, പക്ഷേ എടുത്ത് എന്തോ ഫാൾട്ട് പറ്റിയായിരിക്കും ഫോണ് സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് ക്ഷമിക്കണം, അന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് തക്കാളി പച്ചമുളക് ഇടുന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വഴന്നതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി മസ്റ്റായിട്ടിടണം. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഇടേണ്ടത്. ഗരം മസാല ആഡ് ചെയ്യണം, അത് ലാസ്റ്റാണ് കാണിക്കുന്നത്, അപ്പോൾ കാണിക്കാം. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് ഒന്ന് ഉഷാറാക്കി തരിക. എന്നാലേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസും നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് വീണ്ടും നമുക്ക് കിട്ടണം തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം, നിങ്ങളെ ലൈക്ക് കിട്ടണം, നിങ്ങളെ ഷെയർ കിട്ടണം. എന്നാലേ നമുക്ക് ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് മഞ്ഞൾപ്പൊടിയും പിന്നെ
ഗരം മസാലയും മല്ലിപ്പൊടിയും ഉണ്ടോ പ്രത്യേകം പറയുന്നു. അപ്പം ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടു. ആ വെള്ളം ഒഴിക്കുന്നത് വരെ ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതായത് വേറെ വെള്ളമല്ല, ആ കുരുമുളക് മണീൻ്റെ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഇതിൽ. അതിൽ കിടന്നിട്ടാണ് ചിക്കൻ വേവേണ്ടത്. ഓക്കെ. അപ്പം ഞാൻ എന്താ വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു. ഇനി ഒന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ പൊടികളൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടു. ഇനി ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാണ്ടത് ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അത് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യണം. അപ്പം ചിക്കന് നമ്മൾ കുരുമുളക് തിളപ്പിച്ച വെള്ളത്തിൽ കിടന്നാണ് നമുക്ക് തിളക്കണം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് പോരായിക തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. നമ്മൾ ആ ഉള്ളി വാട്ടുന്നതിലാണ് നമ്മൾ ഉപ്പിട്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് പോരായിക തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടു. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് നോക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ മൂടി കൊണ്ട് ഞാനിതാ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി തിളക്കട്ടെ. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതാ തുറന്നു. ഓക്കെ. അപ്പം ഞാൻ അതിലേക്ക് ചിക്കൻ വരെ ഇട്ടിട്ടുണ്ട്. ആ ചിക്കൻ കിട്ടുന്ന വീഡിയോ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. സോറി. ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. വേറെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിക്കൻ അതിലേക്ക് ഇട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ വേവുന്ന ടൈം കൊടുക്കാം. അപ്പോൾ അതാ ഏകദേശം വെന്തതിന് ശേഷമാണ് ഞാനിതാ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇപ്പോൾ ഈ ടൈമിനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. സോറി, സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ സോയാ സോസും അതേമാതിരി ചില്ലി സോസും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതും കുറച്ച് 1/4 ടീസ്പൂൺ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി ഒരു 2-3 സെക്കൻഡ് കൂടി വേവിച്ചിട്ട് അവസാനം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇത്ര പണിയുള്ളൂ. അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, കുരുമുളക് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് നല്ലോണം കഴുകണമെന്ന് പ്രത്യേകം പറയുന്നത്. കാരണം ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ചിക്കൻ വേവിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരേക്കും. ബൈ.